ഹായ്. അപ്പോൾ കുറേ നാളായി ഈ വീഡിയോ ഒന്ന് ഇട്ടിട്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എല്ലാം ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ആഗസ്റ്റ് മാസം സംസാരിക്കുമ്പോൾ ആഗസ്റ്റ് 2-നാണ് ഞാൻ സംസാരിക്കുന്നത്. ആഗസ്റ്റ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിയുള്ള മാസം, പേടിക്കേണ്ട മാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 ഓഗസ്റ്റിലാണ് പ്രളയം ഉണ്ടായത്. 2019 ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ഓഗസ്റ്റിൽ തന്നെയാണ് സംഭവം. ഇപ്പം എന്താ 2026 8 വർഷത്തിനിപ്പുറം വീണ്ടും പ്രളയം കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും വെള്ളം കയറിയിട്ടുള്ളത്. അതിൽ തന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് നിൽക്കുന്നവരെല്ലാം മാക്സിമം രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ചെയ്യുക. എല്ലാവരും മലയാളികൾ അങ്ങനെയാണ് ഇത്രയും നാൾ പരസ്പരം കൈകോർത്തിട്ട് തന്നെയാണ് എല്ലാ വിഷയത്തിലും മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത് ഇന്നലെ രാത്രി നല്ല നല്ല കയറ്റായിരുന്നു. നല്ല വെച്ചാൽ കടലിൽ നിന്ന് തിരയടിക്കുന്ന പോലെയും നമ്മളിങ്ങോട്ട് വെള്ളം കയറിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഒരു 4 മണി വരെ ഉറങ്ങിയിട്ടില്ല. അഥവാ 2018 പ്രളയം നമ്മളെ വീട്ടിലെല്ലാം വെള്ളം കയറി. ഏകദേശം വീടിൻ്റെ ഈ ലെവലിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ ലെവലിൽ വെള്ളം കയറിയിന്. നമ്മളിതാ ഈ സിറ്റ് ഔട്ടിൽ നിന്നാണ് ഞാനും നമ്മളെല്ലാവരും അപ്പുറത്ത് നമ്മളെ ഏട്ടൻ്റെ വല്യമ്മേൻ്റെ വീട് അപ്പുറം 2 വല്യമ്മമാറും നമ്മുടെ ഏട്ടനും നമ്മളെല്ലാവരും ഇവിടുന്ന് പിന്നെ ഈ സിറ്റ് ഔട്ടിൽ ഈടെ തോണി വന്നു. ബോട്ട് മത്സ്യത്തൊഴിലാളികളെ ബോട്ട് വഴി അടുപ്പിച്ചിട്ട് നമ്മൾ ഈടുന്ന് ബോട്ടിലേക്ക് കയറിയിട്ടാണ് നമ്മളെ റോഡിലേക്ക് പോയത്. പക്ഷേ എൻ്റെ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിലാണ്, മെയിൻ റോഡ് സൈഡിലാണ്. തായോട്ടി ഒരു റോഡുണ്ട്. അപ്പോൾ വെള്ളം കയറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒറ്റപ്പെടും. നമുക്കാണ് ആദ്യത്തെ റോഡിലേക്ക് ആദ്യം ആക്സസ് കിട്ടുന്ന വീട് നമ്മളെ വീടാണ്. പക്ഷേ വെള്ളം കയറി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം നമുക്ക് റോഡിലേക്ക് എത്താൻ പറ്റുന്ന വീടായിട്ട് നമ്മളെ വീട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നേരെ മെയിൻ റോഡിലേക്ക് നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ട് തോണി ഈ പോസ്റ്റിൻ്റെ എല്ലാം ഇടക്കൂട്ട ക്രോസ് ചെയ്തിട്ടാണ് 2018 നമ്മൾ വീട് മാറി ക്യാമ്പിലേക്കെല്ലാം പോയത്. അപ്പോൾ എപ്പോൾ ആ ഒരു പേടി ഇപ്പോൾ ഉണ്ട്. ഒരു വെള്ളം കയറുമ്പോൾ പക്ഷേങ്കിൽ അങ്ങനെ ഇതുവരെ കയറിയിട്ടില്ല നമ്മളിങ്ങോട്ടേക്ക്. ഇതുവരെ നമ്മളെ അങ്ങനെ വെള്ളം കയറിയിട്ടില്ല ആ പ്രളയത്തിലുണ്ടായ പോലെ. പക്ഷെ എന്നാലും ഒരു ട്രോമയായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന സാധനം. അതുകൊണ്ട് വെള്ളം കയറുമ്പോൾ ഇപ്പോൾ പേടി. അപ്പോൾ പൊലച്ചക്ക് 4 മണി വരെ 4:30 വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരിന്ന് ഞായറാഴ്ച ആണല്ല. അപ്പോൾ അങ്ങനെ ഒരു ഭീകരമായിട്ടുള്ള വെള്ളം കയറലേനും പൊലച്ചക്ക്. പക്ഷേങ്കിൽ ഒരു 4:30-5 മണിക്ക് ശേഷം നിന്നു. ഇപ്പം താണു. ഈ റോഡ് നിറച്ചും വെള്ളമായിനി. ഈ താഴത്തെ റോഡ് നിറച്ചും വെള്ളം കയറിയിനി. അവർ മുട്ടിൻ്റെ അത്രയും വരെ അതിൻ്റെ അകത്ത് വെള്ളമായിനി. ഇപ്പം താണു നല്ലോണം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അമ്മ ചെക്കനെയും കൂട്ടിയിട്ട് അങ്ങ് അപ്പുറം ഇതാ പോയിട്ട് വരുന്നുണ്ട്. ഹായ്. അച്ചേച്ചിനെ ഇടിക്കാ. വെള്ളം കാണാൻ പോയിട്ട് എന്തെല്ലാം കണ്ടേ അങ്ങ് അച്ഛൻ്റെ പരോ? എന്തെല്ലാം കണ്ടേ അങ്ങ് പോയിട്ട് എന്തെല്ലാം കണ്ടേ? കുപ്പിയാ? തോണി കണ്ടിനാ? തോണി കണ്ടിട്ടില്ല. തോണി കണ്ടി. നിന്നെ തോണി കയറ്റാന്ന് പറഞ്ഞ സജീവേട്ടെ. പിന്നെന്താ കണ്ടേ? പാമ്പിനെ കണ്ടില്ലേ? തോണി ഉച്ചയ്ക്ക് ശേഷം ആമേനെ കണ്ടില്ലേ? അവൻ അങ്ങ് പോയി വെള്ളം നോക്കിട്ട് വന്നു. നിങ്ങൾ എത്ര മണിക്ക് ഉറങ്ങിനമ്മേ? എത്ര മണിക്ക് ഉറങ്ങിനി? നമ്മൾ ഇന്നലെ ഒരു 1 മണിയാകാൻ ഉറങ്ങുമ്പോ 1 മണിയാകുമ്പോ അല്ല നിങ്ങൾ പൊലച്ചക്ക് എണീച്ചിട്ടില്ല? അല്ല, എന്നിട്ട് 2:45 ആദ്യം എണീറ്റിട്ട് ഒരു 3:45 കിടന്ന് 4:30 അലാറം വന്ന് അലാറം ഞാൻ കേട്ടില്ല. അലാറത്തിന് മുമ്പ് ഞാൻ ഉറങ്ങിയെന്ന്. അതുവരെ ഞാൻ ഉറങ്ങിയില്ല. 4 മണിക്ക് നല്ല കയറ്റം കയറിയില്ലേ? ഈ റോട്ടുമേലേക്ക് അടിച്ചു കയറിയില്ലേ? അടിച്ചു കയറുന്ന സമയത്ത് ഞാൻ പിന്നെ വിചാരിച്ചു ഇനി എന്താ കാട്ട് മുമ്പതിൻ്റെ മുങ്കട്ടില്ല അടിച്ചിട്ട് കിടന്നു. അപ്പോൾ അങ്ങനെയല്ല ഉള്ളത്. എല്ലാവരും സേഫായിട്ടിരിക്കും കേട്ടോ. വീട്ടിൽ നിന്ന് ഉള്ള കാഴ്ചയാണിത്. നമ്മൾ ഈ റോട്ടുമിൽ നിറച്ചും വെള്ളമായിരുന്നു. പക്ഷേ അത് ഇപ്പം ഇറങ്ങി. ഇങ്ങനെയുള്ള കാഴ്ചയാണ് ഇല്ല. അങ്ങോട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് തോടാണ്. നമ്മളെ അതിൻ്റെ ആ മെയിൻ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് പുഴയാണ്. നേരെ അപ്പുറമല്ല, കുറച്ച് അങ്ങോട്ട് പോയിട്ടാണ്. വീടിൻ്റെ മേലെ നോക്കിയാലേ മുഴുവൻ കാഴ്ചയും കാണാം. വീടുന്നാന്നിങ്ങനെ കൊണ്ടുകൊണ്ടേ ഇരുന്നാന്നിങ്ങനെ നോക്കല്. ഇതാ അല്ല മുഴുവനായിട്ട് വെള്ളം കയറി ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ പണ്ടെല്ലാം പാണ്ടിയെല്ലാം കിട്ടും. പക്ഷെ ഇപ്പൊ ഒന്നും പിന്നെ ആരും ഇല്ല, നാട്ടിലില്ല. ചങ്ങായി പറഞ്ഞു നമുക്ക് ഈ പ്രളയം വന്നതിന് ശേഷമാണ് നമുക്ക് ഈ പേടി വന്നത് കേട്ടോ. അല്ലെങ്കിലില്ലേ നമുക്ക് എല്ലാ കൊല്ലവും ചെറുപ്പം മുതലേ നമ്മളെ നാട്ടിൽ വെള്ളം കയറും. ചെറുപ്പം മുതലേ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ മുതലേ വെള്ളം കയറും. പക്ഷേങ്കിൽ അത് ഇങ്ങനെ വീട്ടിലേക്കൊന്നും കയറില്ല. നമ്മളെ അങ്ങ് പുഴേൻ്റെ സൈഡിലുള്ള ഭാഗത്തെല്ലാം വീട്ടിൽ കയറും. പക്ഷേങ്കിൽ നമുക്ക് ഈ വയലിലെല്ലാം നിറഞ്ഞിട്ട് നേരെ നമുക്ക് സ്കൂളിൽ വരിക്കും. നമ്മളെ പാവനൂരുള്ളവർക്ക് വെള്ളം കയറുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവനൂർ നാട്ടിലുള്ളവർക്ക് വീട്ടിൽ പോകാമെന്ന് പറയും മാഷ് വന്നിട്ട്. അപ്പോൾ നമ്മൾ അതൊരു സന്തോഷമാണ് വെള്ളം കയറുകയെന്ന് പറയുമ്പോൾ. സ്കൂളുണ്ടാവില്ല 2 ദിവസം. അപ്പോൾ നമ്മൾ ചങ്ങന്മാരെല്ലാം കൂടി ഇങ്ങനെ വെള്ളത്തിൽ ഈ വാഴയെല്ലാം വെട്ടിയിട്ട് പാണ്ടിയാക്കൂലേ, ചങ്ങാടാക്കിയിട്ട് അതെല്ലാം ഇങ്ങനെ ഇതിലൂട്ടിയെല്ലാം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പോകും. നീന്തും വെള്ളത്തിൽ.
തേങ്ങ പിടിക്കാൻ വേണ്ടി പോകുക അതെല്ലാം പണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ അപകടങ്ങൾ കൂടി. പണ്ടെന്ന് വെച്ചാൽ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ ഇങ്ങനെ മരണം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ഒന്നും വാർത്തകൾ കേൾക്കലില്ല. പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അപകടം ഇതൊക്കെയാന്ന് തുടങ്ങി. എന്ത് അപകടമാണെങ്കിലും പണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പണ്ടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ എന്ത് ദുരന്തങ്ങളായാലും അപകടങ്ങൾ വളരെ കുറവായിരുന്നു. വെച്ചാൽ ആൾക്കാർ പുറത്തിറങ്ങുന്ന അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല. ചിന്തിക്കുമ്പം എനിക്കങ്ങനെ തോന്നുന്നു. പണ്ട് അപകടങ്ങളും മരണങ്ങളും കുറവായിരുന്നു. പക്ഷെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെറിയൊരു ഇത് പറ്റിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു 3-4 മരണ വാർത്തയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വണ്ടിയെല്ലാം കെട്ടി ഇങ്ങനെ നടക്കുന്ന ഒരു ഓർമ്മയാണ്. അതുകൊണ്ട് അന്നേരം ഭയങ്കര രസമായിരുന്നു. ഇത് മൊത്തം വയലാണ്, മൊത്തം വെള്ളം കണ്ടോ. അതിലൂട്ടിയാൽ വെള്ളം കയറും. അത് വെള്ളം വരുന്ന വഴിയാണ് നമ്മളെ ഇങ്ങനെ അങ്ങേക്കാന്ന് വേനൽക്കാലത്ത് ഇങ്ങനെ നമ്മൾ ഇവിടുന്നെല്ലാം വെള്ളം അങ്ങ് പുഴക്കേക്ക് പോകുന്ന വഴിയാണ്. അത് മഴക്കാലമാകുമ്പം പുഴക്ക് ഇങ്ങനെ കയറും വെള്ളം. മുഴുവൻ വെള്ളമാണ് വയല്. ശരിക്കും പുഴ പോലെ ഉണ്ടാവും. തോണി കണ്ടിട്ടുണ്ടോ? വെള്ളം താണു തോണിയാണ് കണ്ടില്ല. ഇനി ശരത്ത് സജീവായിട്ടല്ലേ ഉണ്ട്. തോണി പോണ്ട, തോണി പോവാനാ പറയുന്നു. നീന്തറിയില്ലേ? നീന്തറിയില്ലേ? ഞാനില്ല. 2018 വെള്ളം കയറിയോ നമ്മൾ ഈ റോഡെല്ലാം തെച്ചു മുങ്ങിയായിരുന്നു കേട്ടോ. ഇവിടെയെല്ലാം ഏകദേശം നല്ല കയറ്റായിട്ട് അങ്ങ് ആ കുന്ന് കയറുന്നിടം വരെ വെള്ളമായിപ്പോയിനി. ഇപ്രാവശ്യം പിന്നെ അങ്ങനെയൊന്നും ആയിട്ടില്ല. എല്ലാ കൊല്ലവും നമുക്ക് ഇങ്ങനെ കയറലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം കയറുന്നത് അത്ര ഒരു പേടിയുള്ള കാര്യമല്ല 2018 വരെ. പക്ഷേ 2018 ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരുവോള് അധികം കേരുവോളി പ്രളയമായി പോളി എന്നുള്ളൊരു പേടി എല്ലാവർക്കും. തോണിയെല്ലാം ഇങ്ങനെ വരും, നമ്മൾ ചങ്ങാറിലാക്കിയിട്ട് ഇങ്ങനെ പോകും. ഇപ്പം വൈകുന്നേരമായി, അപ്പോൾ വെള്ളം നല്ലോണം കാണും. ഇനിയിപ്പം ഇങ്ങനെ മഴയെല്ലാം വരുന്നുണ്ട്. ഇത് നമുക്ക് മുഴുവനായിട്ട് ഇത് ഇറങ്ങി പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൃപാൽ എന്തോ ചെയ്യുന്നുണ്ടേ. ആരാനിട്ട ചൂണ്ടയില്ലേ പൊന്തിച്ചു നോക്കുന്നതാ നോക്കിയാ. അല്ലാണ്ട് ഇവരെന്തായാലും ചൂണ്ടിയിടൂല. ഞാനാവട്ടെ. എന്നാ കിട്ടിയിണ്ടാ മഴ മഴ മഴ. കേട്ടാ? അയ്യോ ഇത് ഇങ്ങനെ ഇട്ടതാണ്. മഴ വരുന്നുണ്ട് പോട്ടെ. ബൈ ബൈ. മഴ പെയ്യുന്നു, കുടയൂല. ഇവിടെ അതാണ് കേട്ടാ എൻ്റെ വീട്. ഇത് ഈ റോഡ് എന്ന് പറയുന്നത് നമ്മളെ കണ്ണൂരിന്ന് പുതിയേരൂന്ന് നേരെ വരുന്ന റോഡാണ്. പുതിയേരു, കാട്ടാമ്പള്ളി, നാറാത്ത്, കമ്പില്, മയ്യില്, നേരെ പാവനൂർ കടവ്, ഇരിക്കൂർ റോഡായിരുന്നു എൻ്റെ വീട്. അതാണ് കേട്ടോ എൻ്റെ വീട്. കേട്ടാ മഴമയാ കൊട 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 വന്നാൽ പോട്ടിക്കൊടാ മഴമയാ കൊട 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 കൊട. നമ്മൾ വരുന്ന കൊടയെല്ലാം എടുത്തിട്ട് അയ്യോ അയ്യോ മഴമയാ അയ്യോ അയ്യോ മഴ വെള്ളത്താടാ. നിന്നെ കൂട്ടാൻ തോണി വന്നിനിപ്പോ. ഇത് അപ്പുറം സജീവേട്ടൻ പറഞ്ഞേ എത്തൂട്ടനെ കൂട്ടിട്ട് പോയത്. അപ്പൊ പറഞ്ഞു ഓന് പേടിയാണ്, വെറും പേടിത്തോണ്ടനാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങ് പോയി. അപ്പൊ നല്ല മഴയാണ്. അപ്പൊ എല്ലാരും എല്ലാ ഭാഗത്തും ഓടിയും തളർന്നു കേട്ടാ. എല്ലാ ഭാഗത്തും വെള്ളപ്പൊക്കവും അതും ഇതുമെല്ലാം ഉണ്ട്. എല്ലാരും എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഭയങ്കര സൗണ്ട് കേട്ടാ. അപ്പൊ എല്ലാരും വെള്ളപ്പൊക്കവും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അപകടകരമായിട്ട് ഒന്നും ശ്രമിക്കാണ്ടിരിക്കുക. തേങ്ങ പിടിക്കാനും അങ്ങനെ ഇങ്ങനെയുള്ളതൊന്നും പോകാണ്ടിരിക്കുക. മാക്സിമം അവനവൻ്റെ തടിയും ആരോഗ്യവും. നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് മാത്രമല്ല നഷ്ടം, നമ്മളെ കുടുംബത്തിനും നമ്മളെ നാടിനും നമ്മളെ വേണ്ടപ്പെട്ടവർക്കും നമ്മളെ വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കും എല്ലാം നഷ്ടമാണ് നമ്മളെ. അതുകൊണ്ട് വളരെ സേഫായിട്ടിരിക്കുക. അതുപോലെ തന്നെ അപകടത്തിൽപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ടാകുന്ന സഹായം ചെയ്യുക. ഓക്കെ, അപ്പോൾ ബൈ.